നമ്മുടെ മലയാള സിനിമയിലെ പ്രൊഡ്യൂസർമാർക്ക് രക്ഷയില്ലാത്തൊരു കാലഘട്ടമാണ്. പല വമ്പൻ സിനിമകളിൽ നിന്നും നഷ്ടം ഭയന്നുകൊണ്ട് അവർ പിന്മാറുകയാണ്. അതിനിടയിൽ ഈ വർഷം 2025 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ സിനിമകൾ ഏതൊക്കെയാണെന്നും ആ സിനിമകളൊക്കെ എത്രത്തോളം നമ്മുടെ നിർമ്മാതാക്കളെ കുത്തുവാളെടുപ്പിച്ചിട്ടുണ്ടെന്നും എന്നാൽ ആ സിനിമകളിലൊക്കെ അഭിനയിച്ച താരങ്ങൾ ആരൊക്കെയെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്നാൽ ഇതിൽ പറയുന്ന പല സിനിമകളും വന്നതും പോയതും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, ചിലതിൻ്റെ പേര് പോലും കേട്ടിട്ടുണ്ടാവില്ല. ആ സിനിമകളൊക്കെ നിങ്ങൾക്ക് പിന്നീട് റെഫർ ചെയ്ത് കാണാനും പറ്റുന്നതാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഒട്ടും വൈകാതെ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മുടെ ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ സിനിമ ശരൺ വേണുഗോപാലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ നാരായണന്റെ 3 മക്കൾ എന്ന ചിത്രമാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ അലൻസിയർ, ജോജു ജോർജ്, സുരാജ് വഞ്ഞാറമൂട്, സജിത മഠത്തിൽ, ഷെല്ലി കിഷോർ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വിശ്വനാഥൻ, സേതു, ഭാസ്കരൻ എന്നീ 3 സഹോദരങ്ങളുടെയും കുടുംബത്തിന്റെയും കഥ പറഞ്ഞ ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് ആണ്. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം ലഭിച്ചിട്ടും ഏകദേശം 4.5 കോടിക്ക് മുകളിൽ ബജറ്റ് കണക്കാക്കുന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ നേടിയത് വെറും 1.5 കോടി മാത്രമാണ്. ഫെബ്രുവരി മാസത്തിൽ റിലീസായ ആദ്യ സിനിമ തന്നെ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു. അടുത്തത് സിറാജ് റീസയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഇഴ എന്ന ചിത്രമാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ കലാബോ നവാസും അദ്ദേഹത്തിന്റെ ഭാര്യ രഹനയും, സിനോജ് വർഗീസും അജീഷുമൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഷൗക്കത്ത്, സുമയ്യ എന്നീ 2 പേരുടെ കുടുംബജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ഈ സിനിമ പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം ലഭിച്ചിരുന്നു. പക്ഷേ വമ്പൻ താരനിര ഇല്ലാത്തതുകൊണ്ട് ഈ സിനിമയ്ക്ക് വമ്പൻ റിലീസോ ഒരുപാട് തിയേറ്ററുകളോ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ നിന്നും വലിയ കളക്ഷൻ നേടി വിജയം ഉണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല. എന്നാൽ ഈ സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ ലഭ്യമായിട്ടില്ല. അടുത്തത് വിനോദ് ശ്രീധർ സംവിധാനവും രചനയും നിർവഹിച്ച് പുറത്തിറങ്ങിയ ലൗഡേലെ എന്ന ചിത്രമാണ്. ബാഗ്യോ ജോർജ്, നസീർ അലി, മീനാക്ഷി അനീഷ്, ബെന്നി ജോസഫ് തുടങ്ങിയവരൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. വമ്പൻ താരനിരയോ താരങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഈ സിനിമയും ലിമിറ്റഡ് തിയേറ്ററുകളിൽ മാത്രമായിരുന്നു പ്രദർശിപ്പിച്ചിരുന്നത്. ആഷഡം മൂവീസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് ഏകദേശം 1,60,00,000 രൂപയാണ് ബജറ്റ് കണക്കാക്കുന്നത്. ലിമിറ്റഡ് സ്ക്രീനുകളിൽ പ്രദർശിപ്പിച്ചതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ നിന്നും വലിയ കളക്ഷൻ നേടാൻ സാധിച്ചില്ല. ഈ സിനിമയും ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. പ്രൊഡ്യൂസർമാർ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഈ സിനിമയുടെ നിർമ്മാതാവിന് റവന്യൂ കിട്ടിയത് വെറും 10,000 രൂപയാണ്. അടുത്തത് രാജു ജോസഫിന്റെ സംവിധാനത്തിൽ ഫെബ്രുവരിയിൽ OTT റിലീസിനെത്തിയ ചിത്രമായ ലവ് ഫോർ സെയിൽ എന്ന ചിത്രമാണ്. സംവിധായകനായ രാജു ജോസഫ് തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. വൈഗ റോസ്, സുനിൽ സുഗത, ബാലാജി ശർമ്മ, കോട്ടയം രമേശ്, നിമിഷ ബിജോ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മിക്സ്ഡ് റിവ്യൂസ് ആയിരുന്നു ഈ സിനിമക്ക് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. അടുത്തത് ഗോവിന്ദ് വിഷ്ണുവിന്റെ സംവിധാനത്തിൽ ഫെബ്രുവരി 14 പുറത്തിറങ്ങിയ ദാവീദ് എന്ന ചിത്രമായിരുന്നു. ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ആന്റണി വർഗീസ് ആയിരുന്നു നായകൻ. ലിജിമോൾ ജോസ്, വിജയരാഘവൻ, സൈജു കുറുപ്പ്, വർഗീസ് തുടങ്ങിയവരൊക്കെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 2023 ഈ സിനിമ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരുന്നത്. സെഞ്ചുറി മാക്സ് ജോൺ, മേരി പ്രൊഡക്ഷൻസ്, പനോരമ സ്റ്റുഡിയോസ് എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 6.5 കോടിക്ക് താഴെ മാത്രമാണ് ഈ സിനിമയുടെ ബജറ്റ് കണക്കാക്കുന്നത്. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ ഏകദേശം 16 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. പ്രതീക്ഷിച്ച രീതിയിലുള്ള വമ്പൻ വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ സിനിമയ്ക്ക് ഒരു ആവറേജ് വിജയം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് അരുൺ ഡി ജോസിന്റെ സംവിധാനത്തിൽ ഫെബ്രുവരി 14 പുറത്തിറങ്ങിയ ബ്രോമൺസ് എന്ന ചിത്രമാണ്. അഡ്വഞ്ചർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മാത്യു തോമസ്, അർജുൻ അശോകൻ, മഹിമ നമ്പ്യാര്, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, കലാഭവൻ ഷാജോൺ, ഭരത് ബൊപ്പണ്ണ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമ ഏകദേശം 6 കോടിക്ക് താഴെ ബജറ്റിൽ മുതൽ മുടക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും ഇതിനോടകം 16 കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഈ ചിത്രത്തിന് വിജയം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് ശ്രീജിത്ത് ബാബുവിന്റെ സംവിധാനത്തിൽ ഫെബ്രുവരി 14 തന്നെ പുറത്തിറങ്ങിയ പൈങ്കിളി എന്ന ചിത്രമാണ്. റൊമാന്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സജിൻ ഗോപു, അനശ്വര രാജൻ, അബു സലീം, ലിജോ ജോസ് പല്ലിശ്ശേരി, റിയാസ് ഖാൻ തുടങ്ങിയവരൊക്കെയാണ്. സുജിത് കുമാറിന്റെയും ഷീബയുടെയും കഥ പറഞ്ഞ ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ താരം ഫഹദ് ഫാസിലും ജിത്തു മാധവനും ചേർന്നാണ്. നിർമ്മാതാവ് കൂടിയായ ജിത്തു മാധവൻ തന്നെയാണ് ഈ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഏകദേശം 8 കോടിക്കടുത്ത് ബജറ്റ് കണക്കാക്കുന്ന ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമല്ല ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ വലിയ ചലനമുണ്ടാക്കാൻ സാധിച്ചില്ല. ഈ സിനിമ ഇതുവരെ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ നേടിയത് 4 കോടിക്ക് അടുത്താണ്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയാണ്. വൻ പ്രതീക്ഷയോടെയായിരുന്നു ജിത്തു മാധവന്റെ ചിത്രം എത്തിയെങ്കിലും ചിത്രം പരാജയപ്പെടുകയായിരുന്നു. അടുത്ത സിനിമ ജീതു അഷ്റഫിന്റെ സംവിധാനത്തിൽ ഫെബ്രുവരി 20 തിയേറ്ററിലെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രമാണ്. കുഞ്ചാക്കോബോനായിരുന്നു ഈ സിനിമയിലെ നായകൻ. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രിയാമണി, ജഗദീഷ്, വിശാഖ് നായർ തുടങ്ങിയവർ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. കുഞ്ചാക്കോബോബന്റെ കരിയറിൽ തന്നെ തികച്ചും വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരുന്നു ഇത്. CA ഹരിശങ്കർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മാർട്ടിൻ പ്രക്കാദും രഞ്ജിത്ത് നായരും സിബി ചവറയും ചേർന്നാണ്. ഏകദേശം 12 കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ്. ഇതിനോടകം തന്നെ 50 കോടി ക്ലബിൽ കയറി ഈ സിനിമ ബ്ലോക്ക് പോസ്റ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി മാസം ഏറ്റവും അധികം കളക്ഷൻ നേടിയതും പ്രൊഡ്യൂസർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വമ്പൻ വിജയം നേടുകയും ചെയ്ത ഏക ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്.
അടുത്തത് ഫെബ്രുവരി 21 രാജ്ബാബുവിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചാട്ടുളി എന്ന ചിത്രമാണ്. ഷൈൻ ടോം ചാക്കോ, ജാഫർ ഇടുക്കി, കലാഭവൻ ഷാജോൺ, കാർത്തിക് വിഷ്ണു, ശ്രുതി ജയൻ, വർഷ പ്രസാദ് തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഏകദേശം 4 കോടിക്കടുത്ത് ബജറ്റ് കണക്കാക്കപ്പെടുന്ന ഈ സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത്. ചാട്ടുളിയുടെ ഏറ് കൊണ്ട് യഥാർത്ഥത്തിൽ പ്രൊഡ്യൂസറുടെ നട്ടലായിരിക്കും തകർന്നിരിക്കുക. ഈ സിനിമയ്ക്ക് വളരെ മോശം അഭിപ്രായമാണ് ലഭിച്ചത്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ബോംബായി മാറുകയായിരുന്നു. അടുത്തത് വിനയ് ഗോവിന്ദിന്റെ സംവിധാനത്തിൽ ഫെബ്രുവരി 21 പുറത്തിറങ്ങിയ ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രമാണ്. കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ, നിഗ്ന വിമല്, ചമ്പൻ വിനോദ് ജോസ്, ശ്യാം മോഹനൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഉണ്ണി മുകുന്ദൻ നായകനായ ഈ ചിത്രത്തിൽ ഡോക്ടർ അർജുൻ ബാലകൃഷ്ണന്റെയും സ്വാതിയുടെയും കഥയായിരുന്നു പറഞ്ഞിരുന്നത്. സ്കന്ദ സിനിമാസും കിങ്സ്മാൻ പ്രൊഡക്ഷൻസും ചേർന്ന് നിർമ്മിച്ച ഈ സിനിമ ഉണ്ണി മുകുന്ദന്റെ മാർക്കോ എന്ന സിനിമയുടെ ബ്ലോക്ക് പോസ്റ്റർ വിജയത്തിന് ശേഷം വമ്പൻ പ്രതീക്ഷയോടെ തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നെങ്കിലും പ്രേക്ഷകരിൽ നിന്നും അത്യാവശ്യം നല്ല അഭിപ്രായം ലഭിച്ചെങ്കിലും ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ കളക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഏകദേശം 8 കോടിക്ക് താഴെ ബജറ്റ് കണക്കാക്കുന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ നേടിയത് 5 കോടി മാത്രമാണ്. ഈ സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു. അടുത്തത് ഫാസിൽ റസാഖിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തടവ് ദ സെന്റൻസ് എന്ന ചിത്രമാണ്. സംവിധായകനായ ഫാസിൽ റസാഖ് തന്നെയായിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചത്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ബീന ചന്ദ്രൻ, പി സുബ്രഹ്മണ്യൻ, അനിത NM, ഇഷാഖ് മുസ്താഫിർ, ഹരിത തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത്. ഇതൊരു അവാർഡ് സിനിമയായിരുന്നു. 2023 മാമി ഫിലിം ഫെസ്റ്റിവലായിരുന്നു ഈ സിനിമ പ്രദർശിപ്പിച്ചിരുന്നത്. എന്നാൽ 2025 ഫെബ്രുവരി 21 ഈ സിനിമ തിയേറ്ററിലെത്തിയത്. FR പ്രൊഡക്ഷൻസും ബഞ്ച് ഓഫ് കോക്കനട്സും ചേർന്നാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ലിമിറ്റഡ് തിയേറ്റർ മാത്രമാണ് ഈ സിനിമയ്ക്ക് ലഭ്യമായത്. വമ്പൻ താരനിര ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും വലിയ കളക്ഷൻ ഒന്നും നേടാൻ സാധിച്ചില്ല. ജനശ്രദ്ധ നേടാനും പറ്റാതെ പോയി. അടുത്തത് ഉണ്ണികൃഷ്ണൻ വെൺമണിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഉരുൾ എന്ന ചിത്രമാണ്. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വ്യാൻ മംഗലശ്ശേരി, തിന ബാദിയ, ബോബൻ ആലുമൂടൻ തുടങ്ങിയവരൊക്കെയാണ്. മമ്മി സെഞ്ചുറിയാണ് ഈ സിനിമ നിർമ്മിച്ചത്. ഇതൊരു ലോ ബഡ്ജറ്റ് സിനിമയായിരുന്നു. വമ്പൻ താരനിര ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ റിലീസോ ഒരുപാട് തിയേറ്ററുകളോ ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ നേടാൻ ഈ സിനിമയ്ക്ക് സാധിച്ചില്ല. ഈ സിനിമ നിർമ്മിച്ച പ്രൊഡ്യൂസർക്ക് ലഭിച്ചത് വെറും 1 ലക്ഷം രൂപയാണ്. അടുത്തത് ബോബൻ സാമുവലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മച്ചാന്റെ മാലാക എന്ന ചിത്രമാണ്. കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സൗബിൻ ഷാഹിർ, ധ്യാൻ ശ്രീനിവാസൻ, നമിത പ്രമോദ്, ദിലീഷ് പോത്തൻ, ശാന്തി കൃഷ്ണ തുടങ്ങിയവരൊക്കെയാണ്. എബ്രഹാം മൂവീസ് നിർമ്മിച്ച ഈ സിനിമയ്ക്ക് ഏകദേശം 5.5 കോടിക്ക് മുകളിലാണ് മുതൽ മുടക്ക് കണക്കാക്കുന്നത്. ഈ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചില്ല. പ്രൊഡ്യൂസർമാർ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഈ സിനിമയുടെ സകല ചെലവും കഴിഞ്ഞ് പ്രൊഡ്യൂസർക്ക് റവന്യൂ ആയി ലഭിച്ചത് വെറും 40 ലക്ഷം രൂപയാണ്. സിനിമയ്ക്ക് ലഭിച്ചത് വളരെ മോശം കളക്ഷൻ ആയിരുന്നു. ബോക്സ് ഓഫീസിൽ നിന്നും ആകെ ലഭിച്ചത് 2.5 കോടിക്ക് താഴെയാണ്. അപ്പോൾ പ്രൊഡ്യൂസർമാർ വിട്ട കണക്ക് ഏകദേശം ശരിയായിരിക്കും. അടുത്തത് വിനയ് ജോസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആപ് കൈസേഹു എന്ന ചിത്രമായിരുന്നു. ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, രമേഷ് പിച്ചാരടി, സൈജു കുറുപ്പ്, സുധീഷ് തുടങ്ങിയവർക്കായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇന്റർവ്യൂ സ്റ്റാർ, ബോംബ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ധ്യാൻ ശ്രീനിവാസൻ തന്നെയാണ് ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഏകദേശം 2.5 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ 75 ലക്ഷത്തിന് താഴെ മാത്രമാണ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടിയത്. പ്രൊഡ്യൂസർമാർ പുറത്തുവിട്ട കണക്കനുസരിച്ച് പ്രൊഡ്യൂസർക്ക് ലഭിച്ച റവന്യൂ വെറും 5 ലക്ഷം രൂപ മാത്രമാണ്. അടുത്തത് ഫെബ്രുവരി 28 തിയേറ്ററിലെത്തിയ അരികെ എന്ന ചിത്രമാണ്. VS അനോജാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ഇർഷാദ് അലി, ധന്യ അനന്യ, ശാന്തി ബാലചന്ദ്രൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഏകദേശം 1.5 കോടിക്ക് മുകളിൽ മുതൽ മുടക്കി നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ നേടിയത് 7 ലക്ഷം രൂപയാണ്. പ്രൊഡ്യൂസർമാർ പുറത്തുവിട്ട കണക്കുകളനുസരിച്ച് പ്രൊഡ്യൂസർക്ക് ലഭിച്ച റവന്യൂ വെറും 55,000 രൂപയാണ്. അടുത്തത് ഫെബ്രുവരി 28 തിയേറ്ററിലെത്തിയ ആത്മസഹോ എന്ന ചിത്രമാണ്. ഗോപു കിരൺ സദാശിവനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രഞ്ജി പണിക്കർ, ശിവപ്രിയ, ഗോപു കിരൺ സദാശിവൻ, സുധീർ കരമന തുടങ്ങിയവരൊക്കെയാണ്. ഏകദേശം 1.5 കോടി ബജറ്റിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ ആകെ കളക്ട് ചെയ്തത് 2 ലക്ഷത്തിൽ താഴെ മാത്രമാണ്. സകല എക്സ്പെൻസും കഴിഞ്ഞ് പ്രൊഡ്യൂസർക്ക് ലഭിച്ച റവന്യൂ പ്രൊഡ്യൂസർമാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം വെറും 35,000 രൂപയാണ്. അടുത്തത് ഫെബ്രുവരി 28 തിയേറ്ററിലെത്തിയ ഇടി മഴ കാറ്റ് എന്ന ചിത്രമാണ്. അമ്പിളി എസ് രംഗൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചെമ്പൻ വിനോദ്, ശ്രീനാഥ് ബാസി, സാബുമോൻ അബ്ദുൾ സമദ് തുടങ്ങിയവരാണ്. 5.75 കോടി മുകളിൽ മുതൽ മുടക്കിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ നേടിയത് 75 ലക്ഷത്തിനടുത്താണ്. സകല ചെലവും കഴിഞ്ഞ് പ്രൊഡ്യൂസർമാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ സിനിമയുടെ പ്രൊഡ്യൂസർക്ക് ലഭിച്ചത് 2,10,000 രൂപയാണ്. അടുത്തത് നേമം പുഷ്പരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രണ്ടാം യാമം എന്ന ചിത്രമാണ്. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സ്വാസിക, ധ്രുവൻ, ഗൗതം കൃഷ്ണ, ജോയ് മാത്യു, രാജസേനൻ, രേഖ തുടങ്ങിയവരൊക്കെയാണ്. പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഫോർച്യൂൺ ഫിലിംസ് ഏകദേശം 2.5 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ കളക്ട് ചെയ്തത് വെറും 35 ലക്ഷം രൂപയ്ക്ക് താഴെയാണ്. പ്രൊഡ്യൂസർമാരുടെ കണക്കുകളനുസരിച്ച് അവർക്ക് ലഭിച്ച റവന്യൂ വെറും 80,000 രൂപയാണ്.
അങ്ങനെ ഫെബ്രുവരി മാസം ഏകദേശം 18ഓളം സിനിമകളാണ് പുറത്തിറങ്ങിയത്. ഇതിൽ ഏറ്റവും നല്ല കളക്ഷൻ നേടിയത് കുഞ്ചാക്കോ ബോയൻ നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രമാണ്. 15ഓളം സിനിമകൾ വൻ പരാജയമായിരുന്നു. ഏകദേശം ഫെബ്രുവരി മാസം പുറത്തിറങ്ങിയ എല്ലാ ചിത്രങ്ങൾക്കും കൂടെ മലയാള പ്രൊഡ്യൂസർമാർ മുടക്കിയത് ഏകദേശം 75 കോടിക്ക് മുകളിലാണ്. എന്നാൽ ബോക്സ് ഓഫീസിൽ നിന്നും ഇവർക്ക് സകല ചെലവും കഴിഞ്ഞ് പ്രൊഡ്യൂസർമാർക്ക് ലഭിച്ച റവന്യൂ 23 കോടി രൂപ മാത്രമാണ്. ഏകദേശം 52 കോടി രൂപയുടെ നഷ്ടമാണ് ഫെബ്രുവരി മാസം മാത്രം മലയാളം പ്രൊഡ്യൂസർമാർക്കുണ്ടായത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്നത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട സിനിമകൾ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.